സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയിലേക്ക് സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 59 അധ്യായം 11 തിരുവചനം. ഞങ്ങളെല്ലാവരും കരടികളെപ്പോലെ അലറുന്നു, പ്രാവുകളെപ്പോലെ ഏറ്റവും കുറുകുന്നു. ഞങ്ങൾ ന്യായത്തിനായി കാത്തിരിക്കുന്നു, എങ്കിലും ഒട്ടുമില്ല. രക്ഷയ്ക്കായി കാത്തിരിക്കുന്നു, എന്നാൽ അത് ഞങ്ങളോട് അകന്നിരിക്കുന്നു. കർത്താവിൽ പ്രിയരെ, നാം കഴിഞ്ഞ ദിവസം ധ്യാനിച്ച ദൈവവചന ധ്യാനത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്നും യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 59 അധ്യായം ധ്യാനിക്കുന്നത്. ഇന്ന് നാം വായിച്ചു കേട്ട 11 തിരുവചനത്തിൽ ഇവിടെ ഒരു കൂട്ടം ജനങ്ങൾ ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഞങ്ങൾ കരടികളെപ്പോലെ അലറേണ്ട സ്ഥിതി, പ്രാവുകളെപ്പോലെ കുറുകി ഇരിക്കേണ്ട സ്ഥിതി. ഞങ്ങൾ കാത്തിരിക്കുന്നത് ന്യായത്തിന്, എന്നാൽ ലഭിക്കുന്നതോ അന്യായം. ഞങ്ങൾ രക്ഷയ്ക്കായി കാത്തിരിക്കുന്നു, എന്നാൽ അത് ഞങ്ങളിൽ നിന്ന് അകന്നുപോയിരിക്കുന്നു. ചുരുക്കത്തിൽ ഈ ജനത്തിൻ്റെ പ്രതീക്ഷകൾക്ക് ഭംഗം വരുന്നു. അവർ പ്രതീക്ഷിക്കുന്നതല്ല സംഭവിക്കുന്നത്. അവർ ആഗ്രഹിക്കുന്നതോ അഭിലഷിക്കുന്നതോ അല്ല അവർക്ക് ലഭിക്കുന്നത്. കാരണമെന്താണ്? ഈ ചോദ്യങ്ങൾ അവർ ദൈവസന്നിധിയിൽ നിന്ന് ചോദിക്കുമ്പോൾ ദൈവം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത അവരുടെ കുറവുകളെ, പാപങ്ങളെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 59 അധ്യായം 12 തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞങ്ങളുടെ അതിക്രമങ്ങൾ നിൻ്റെ മുമ്പാകെ പെരുകിയിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് വിരോധമായി സാക്ഷീകരിക്കുന്നു. ഞങ്ങളുടെ അതിക്രമങ്ങൾ ഞങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങളെ ഞങ്ങൾ അറിയുന്നു. അവർ ചെയ്ത പാപങ്ങൾ തുടർന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവത്തെ നിഷേധിക്കുക, അഥവാ അവർ ദൈവത്തെ നിഷേധിച്ചു. അവർ ദൈവത്തെ വിട്ട് പിന്മാറി. പീഡനവും മത്സരവും, സംസാരിക്കുക, വ്യാജവാക്കുകളെ സംഭാഷിക്കുക, ഇതെല്ലാം അവരുടെ ജീവിത ശൈലിയായി തീർന്നു. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത് അവരുടെ പ്രതീക്ഷകൾക്ക് ഭംഗം വന്നു. അതുകൊണ്ട് ന്യായം പിന്മാറുകയും നീതി അകന്നു നിൽക്കുകയും ചെയ്യുന്നു. സത്യം വീതിയിൽ ഇടറുകയാണ്. നേരിന് നടപ്പാൻ, അഥവാ നേരോടെ നടപ്പാൻ അവർക്ക് കഴിയാത്തതുകൊണ്ട് നേരിന് അവരുടെ ജീവിതത്തിൻ്റെ നന്മയുടെ മേഖലയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നതുമില്ല. അവരുടെ പാപങ്ങളുടെ അനന്തരഫലമാണ് അവർ അനുഭവിക്കുന്നത്. അവർ പ്രതീക്ഷിക്കുന്ന നന്മകൾക്ക് ഭംഗം വരുന്നു, ആഗ്രഹങ്ങൾക്ക് ഭംഗം വരുന്നു. അവരുടെ പ്രതീക്ഷകൾ പോലെ സംഭവിക്കുന്നില്ല. കാരണമെന്തെന്ന് ദൈവസന്നിധിയിൽ ചെന്നിരുന്ന് ധ്യാനിക്കുമ്പോൾ ദൈവം അവർക്ക് അക്കമിട്ട് അവരുടെ പാപങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. തുടർന്ന് അവർ പറയുന്നു, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു.
ഞങ്ങളുടെ പാപങ്ങളെ അറിയുന്നു. ഇതെല്ലാം ദൈവമുമ്പിൽ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അഥവാ ഞങ്ങളുടെ പ്രതീക്ഷകൾക്ക് ഭംഗം വരുവാൻ കാരണം ഞങ്ങളുടെ പാപം തന്നെയാണെന്ന് അവർക്ക് ബോധ്യപ്പെടുന്നു. നാം പാപികളെന്ന് ബോധ്യപ്പെട്ടാൽ അവ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ നമുക്ക് പാപക്ഷമ ലഭിക്കുവാനിടയാവും. മുന്നോട്ടുള്ള പ്രയാണത്തിന് ആവശ്യം എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കും. പ്രതീക്ഷകൾക്ക് വീണ്ടും ചിറകുകൾ മുളയ്ക്കുവാൻ ഇടയാവും. ആം.